ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് RTE, DPEP, SSA. RTE എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2009. കൂടുതലും നമ്മൾ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സിൽ 86th അമെൻമെൻ്റ് ആണെന്ന് നമ്മൾ സംസാരിച്ചു. പിന്നെ വി ഹാവ് ഡിസ്കസ്ഡ് DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1994. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും സെയിം ഒരു അഴിച്ചുപണി, നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു അഴിച്ചുപണി നടത്തിയിട്ട് അവിടെ എല്ലാവർക്കും ആ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രൈമറി എലിമെൻ്ററി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് SSA, സർവശിക്ഷ അഭിയാൻ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2001, 2002. അതിലും നമ്മൾ സെയിം ഈ സംഭവങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. യൂണിവേഴ്സലായിട്ടുള്ള എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 86th അമെൻമെൻറ്റിലാണ് ഇത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രം 6 to 14 ഇയേഴ്സ്. പയനിയർ ആയിട്ടുണ്ടായിരുന്നത് അറ്റൽ ബിഹാരി വാജ്പേയി. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. ഇഫ് യു ആർ ദ പേഴ്സൺ ഹൂ ഡസൻ വാച്ച് ദ പ്രീവിയസ് വീഡിയോ, it will be very helpful, so please do watch it. Others, let's move to the next video. ഞാൻ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനത് സ്പെസിഫൈ ചെയ്യുന്നത്. സോ പ്ലീസ് ഡു നോട്ട് ഇഗ്നോർ ദാറ്റ്. ഞാൻ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലാതെ എനിക്കതുകൊണ്ട് യാതൊരു ഗുണവും ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സ്റ്റുഡൻസിന് അത് ക്ലിയറായിട്ട് മനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ ഞാൻ പറയുന്നത് കേട്ടുപിടിക്കുന്ന കുറേ കുട്ടികളുണ്ട്, എനിക്കറിയാം. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഓക്കെ, വിത്തൗട്ട് മച്ച് ടൈം ഓർ ഡിലേയിങ്, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ 3 ടോപ്പിക്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ SIEMAT, ഫുൾ ഫോം ഇസ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. ഞാൻ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ബിഗ് ആയിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബോണസ് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് നോക്കിയിട്ട് അതിൻ്റെ കീവേഡ് സെർച്ച് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് നോക്കി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക് പരമായി ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ SIEMAT കൂടുതലും എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതലും നമ്മളുടെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ഗസ് വർക്ക് നടത്താൻ പറ്റും. അതിൻ്റെ ഫുൾ ഫോം S എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്, D എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റ്, I എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, E എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, M എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, A എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ, ദെൻ T എന്ന് പറയുമ്പോൾ ട്രെയിനിങ്. കണ്ടോ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള കാര്യം. നമ്മളൊരു ഗസ് വർക്ക് നടത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ PG വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും എങ്കിലും പഠിച്ചതല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തലയ്ക്കകത്ത് ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. സോ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രിക്ക് നമ്മുടെ മൈൻഡിലേക്ക് തന്നെ വന്നോളും. ഇപ്പോൾ എനിക്കറിയാവുന്ന ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോഴേക്കും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബൾബായിരിക്കും കത്തുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഗോ ഫോർ ദാറ്റ്. അത് ഭയങ്കര നല്ല ഒരു ഗുണമുള്ള കാര്യമാണ്. ഫ്യൂച്ചർ ടീച്ചേഴ്സായ നിങ്ങൾക്കും ഫ്യൂച്ചറിലേക്ക് വളരെ ഉപകാരം ചെയ്യും. ഇതുപോലെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടികൾ അത് ഓർത്തിരിക്കും. എക്സാമിൻ്റെ ടൈമിൽ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ടെക്നിക്കായിരിക്കും. നിങ്ങൾ കണ്ടോ, ഫോർ ഷുവർ നിങ്ങൾക്ക് ഈ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ടെക്നിക്കുകൾ ഓർത്തിരിക്കും. അത് 100%, 100-ൽ 110% ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ ടൈം ഡിലേ ആക്കുന്നില്ല. ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. സോ ഐ സ്പെസിഫൈഡ് SIEMAT. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടീച്ചേഴ്സിനെയാണ്. എപ്പോഴും ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ മാനേജ്മെൻറ്റ് തരമായും പിന്നെ അഡ്മിനിസ്ട്രേഷനും ഒരു ട്രെയിനിങ്ങും, ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് ആ ഒരു ഷോർട്ട് ഫോമിൽ ആ ലെറ്റേഴ്സിൽ നമ്മൾ കണ്ടത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്. ഈ സംഭവങ്ങൾ തന്നെ കോർത്തിണക്കിയിട്ടുള്ള ഒരു പാരയാണ് ഇപ്പം ഞാനും പറയാൻ പോകുന്നത്.
This develops the capacity of all the categories of administrative and field functionaries to the Management Education Institute and to provide the professional support. കണ്ടോ, ദാറ്റ്സ് ഇറ്റ്. ഒരു പ്രൊഫഷണലായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ടു ദ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടു പ്രൊവൈഡ് എ പ്രൊഫഷണൽ സപ്പോർട്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു ലെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ വാക്കുകളിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ അർത്ഥം. അല്ലാതെ കൂടുതൽ നമ്മൾ ചകഞ്ഞ് വേറെ വഴിക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെർച്ച് ചെയ്ത് തരുന്ന ഡേറ്റാസ് ഞാൻ ഗൂഗിളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനേക്കാൾ ബിയോണ്ടായിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഷുർ ദ എഫക്റ്റീവ്നെസ് ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ ലെവൽ ആൻഡ് ദി സ്കൂൾ ലെവൽ മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റീസ്. എപ്പോഴും ഒരു എഫക്റ്റീവ്നെസ് അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒരു സംഭവം അവർ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താലും അത് കറക്റ്റായിട്ട് എഫക്റ്റ് ആയോ, ലോക്കൽ ലെവലിലും സ്കൂൾ ലെവൽ മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റീസിലും അവരത് എന്തായാലും എൻഷുർ ചെയ്യാറുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്ത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ അവർ കണ്ടക്ട് ചെയ്താലും അത് എഫക്റ്റീവായോ എന്ന് അവർ ചെക്ക് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പ്രൊവൈഡ് ദ റിസോഴ്സ് സപ്പോർട്ട് ഇൻ ദ ഏരിയാസ് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. ഒരു പ്ലാനിങ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ എന്ത് തരത്തിലുള്ള കാര്യത്തിനാണെങ്കിലും ഒരു സപ്പോർട്ടിങ് റിസോഴ്സസായിട്ട് അവരെപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ ദിസ് ഇസ് എ ലിങ്കേജ് വിത്ത് ദ ഏജൻസീസ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോത്ത് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്. ഗവൺമെൻറ് ആയിക്കോട്ടെ നോൺ ഗവൺമെൻറ് ആയിക്കോട്ടെ, ദേ ആക്ട് ആസ് എ ലിങ്കേജ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൂ ആക്ട് ആസ് എ ലിങ്കേജ് ബിറ്റ്വീൻ ദ ഏജൻസീസ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഏജൻസിയുടെ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ലിങ്കേജായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആരാ? SEIMAT. ഓക്കെ, അത് ഒന്ന് സ്റ്റാർ ചെയ്ത് മാർക്ക് ചെയ്തോളൂ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പിന്നെ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡൻസ് ഫോർ ദ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കേരളത്തിൽ വന്നത് ജൂലൈ 2005 അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോ. നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് എന്നാലും നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നത് നമ്മളുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. ദാറ്റ്സ് ഓൾ ഓഫ് SIEMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്, പിന്നെ പ്രൊഫഷണലായിട്ടുള്ള സപ്പോർട്ട്, ആക്ട് ആസ് എ ലിങ്കേജ് ആണ്, പിന്നെ പ്രൊവൈഡ് ദ റിസോഴ്സ് സപ്പോർട്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് SIEMAT ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ RMSA, ദാറ്റ് ഈസ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഇത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടുതൽ ഫോക്കസ് കൊടുത്തത് പ്രൈമറി എഡ്യൂക്കേഷൻ, എലമെൻ്ററി, ഒരു എലമെൻ്ററി എഡ്യൂക്കേഷൻ, പ്രൈമറി ആയിട്ടുള്ള എലമെൻ്ററി എഡ്യൂക്കേഷനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തെങ്കിൽ ഇവിടെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA ആ ഒരു സെൻറ്റൻസിൽ തന്നെ കണ്ടു, രാഷ്ട്രീയ മാധ്യമിക്, അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രം ഇടപെട്ടിട്ടുണ്ട്. മാധ്യമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പില്ലേ, ഇപ്പം നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഫോക്കസ് നടത്തിയത് 6 to 14 years പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എത്രയായിരിക്കും? 15 to 16. നമ്മളുടെ 10th കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 10th കഴിയുന്നത് ഒരു 15 yearsലൊക്കെ ആയിരിക്കും. അപ്പോൾ 15 to 16 അല്ലെങ്കിൽ to 17. +1 +2 ഇവർ ഈ പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിനടുത്തൊന്നും +1 +2 ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുട്ടികൾ കുറേ ദൂരം ട്രാവൽ ചെയ്തൊക്കെ വേണം ഈ +1 +2 അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് ഇവർ ഈ ഒരു പോളിസി കൊണ്ടുവന്നത്. അതായത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനിൽ മൻമോഹൻ സിംഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്, പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റുഡൻസ് ബിറ്റ്വീൻ 15 to 16 years ഓഫ് ഏജ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ കാരണം കുട്ടികളൊന്നും 10th വരെ പഠിക്കുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യില്ല. സോ ഏകദേശം ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എല്ലാവർക്കും സൗകര്യം, പോയി വരാനുള്ള സൗകര്യത്തിൻ്റെ പുറത്തും കൂടെ നോക്കിയിട്ട് അവരങ്ങനെ ഒരു സ്കൂൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം +1 +2 ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ടീച്ചേഴ്സായി മാറാൻ പോകുന്നത്. സെറ്റിൻ്റെ എക്സാം ക്ലിയർ ചെയ്ത് നമ്മളൊരു +1 +2 സ്കൂളുകളിലായിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത്. അത്രയും +1 +2 സ്കൂളുകൾ ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ നമ്മളിതുപോലെ ഓരോ എക്സാം എഴുതി ക്ലിയറായി നമ്മളവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്.
ജസ്റ്റ് ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ് വാസ് സ്പോൺസേർഡ് സ്കീം ഓഫ് MHRD. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ സ്പെസിഫൈ ചെയ്തിരുന്നു. എഗെയിൻ ഞാൻ എന്നാലും പറയാം, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ് ഈ RMSA, വിച്ച് വാസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് സ്കൂൾ, വിച്ച് വാസ് ഫ്രം മാർച്ച് 2009. ഡേറ്റ് ഓർത്തിരുന്നു, 2009. പിന്നെ ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇക്വിറ്റി ഫോർ ഓൾ, ഇതൊക്കെയാണ് മെയിനായിട്ട്. ഈ ഒരു പോയിൻറ്റുകളൊക്കെ സ്ഥിരമായിട്ട് എല്ലാത്തിലും വരുന്ന ഒരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒറ്റ തവണ പഠിച്ചാൽ മതി. ഏതൊരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഇതുപോലത്തെ സ്കീമുകൾ എടുത്ത് നോക്കിയാലും അവിടെ അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, പിന്നെ ഇക്വിറ്റി അമങ് ഓൾ. അതാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. എല്ലാത്തിലും എന്ന് വെച്ചാൽ എല്ലാത്തിലും എല്ലാ പോയിൻറ്റും സെയിം ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് എല്ലാവർക്കും ഒരു സൊസൈറ്റി ബേസ് ചെയ്ത് ഗുണമുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നമ്മുടെ ഈ ഹയർ എഡ്യൂക്കേഷനിൽ അവർ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് ഉള്ള കാര്യമൊക്കെ ഞാൻ സ്പെസിഫൈ ചെയ്തു പോയിൻറ്റുകളൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് റിമൂവ് ദ ബാരിയേഴ്സ് ലൈക്ക് ജെൻഡർ ആൻഡ് സോഷ്യോ എക്കണോമിക്. അങ്ങനെ ബാരിയേഴ്സും നമ്മൾ കംപ്ലീറ്റ്ലി അത് ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ നോക്കും. നൗ ദ നെക്സ്റ്റ് വൺ, ഞാൻ ഈ ടോപ്പിക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവൻ ദോ ഞാനതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് ഡിഫൈൻ ചെയ്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. NUEPA അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് അഡ്മിനിസ്ട്രേഷൻ. ആ വേർഡിൽ തന്നെയുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷൻ്റെ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനുമാണ്. So this is the apex institution in the areas of teacher education, planning and administration. ഇതിൻ്റെ earlier name ആണ് NIEPA, that is National Institute of Education, Planning and Administration. ഈ NUPEA ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, SIEMAT, അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. N നാഷണൽ, U യൂണിവേഴ്സിറ്റി, E എഡ്യൂക്കേഷൻ, P പ്ലാനിങ് ആൻഡ് A അഡ്മിനിസ്ട്രേഷൻ. കാര്യം സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ലെറ്റേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ്റെ ടോപ്പിക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് അബ്രിവേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും, റൈറ്റ്? പിന്നെ ഇവൻ ആൾ നിസ്സാരക്കാരനല്ല, നാഷണലാണ്. സോ ആശാൻ ഭയങ്കര ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ആളുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ് ഓൺ പ്ലാനിങ്, മാനേജ്മെൻറ്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ പോളിസി ത്രൂ റിസർച്ച്, ട്രെയിനിങ്, കൺസൾട്ടൻസി ആൻഡ് ഡിസമിനേഷൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൾ നിസ്സാരക്കാരനല്ല. റിസർച്ച് നടത്തും, ട്രെയിനിങ് നടത്തും, എല്ലാ തരത്തിലുള്ള ഓൾ ഇൻ ഓൾ ആണ് ആൾ. പ്ലാനിങ്, മാനേജ്മെൻറ്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ പോളിസി ത്രൂ റിസർച്ച്, ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി. മനസ്സിലായല്ലോ, ഓൾ ഇൻ ഓൾ ആണ് മെയിനായിട്ടും അവർ ഓൾ ഇൻ ഓൾ ആണ്. ഓക്കെ, സോ NUEPA എന്ന് പറയുന്നത് നമ്മളുടെ മെയിനായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. ആശാൻ ഭയങ്കര മെയിനായിട്ടുള്ള ടീമാണ്. പ്ലാനിങ്, മാനേജ്മെൻറ്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ പോളിസി ത്രൂ റിസർച്ച്, ട്രെയിനിങ്, കൺസൾട്ടൻസി ആൻഡ് ഡിസമിനേഷൻ. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, work hard and study well. Thank you.